ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം ദൈവസേനയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. നമ്മുടെ വചനദീപ്തി പ്രയർ ഗ്രൂപ്പിൽ ഇത്രത്തോളം പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ സാക്ഷി കൂടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട കർത്തദാസൻ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. അതിനു മുൻപായിട്ട് ഞാൻ ഒരു തിരുവചനം, എന്നെ ചിന്തിപ്പിച്ച ഒരു തിരുവചനം വായിക്കട്ടെ. നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു മനുഷ്യനായിട്ട് 3.5 വർഷം ഈ ഭൂമിയിൽ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രഹസ്യവും പരസ്യവുമായിട്ടുള്ള സകല പ്രശ്നങ്ങളെയും, ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവുമായിട്ടുള്ള സകല ദൗർബല്യങ്ങളെയും, നമ്മുടെ പ്രലോഭനങ്ങളെയും, ഹല്ലേലൂയ, നമ്മുടെ കുറവുകളെയും നമ്മുടെ തകർച്ചകളെയും എല്ലാം നന്നായി അറിയുന്ന നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി ആമേൻ അതെ കടന്നു വന്നുവെങ്കിൽ ആമേൻ നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മെ നന്നായി മനസ്സിലാക്കുവാനും നമ്മോട് മനസ്സലിവ് കാണിക്കുവാനും ഹല്ലേലൂയ കഴിവുള്ള ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഏത് സമയത്തും ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ഏത് സമയത്തും നമുക്ക് ഓടി അടുത്ത് ചെല്ലുവാൻ ഹല്ലേലൂയ ആമേൻ നമ്മുടെ കർത്താവ് നമ്മോട് കരുണ കാണിച്ചിട്ടുണ്ട്. അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. ഇന്നും ഹല്ലേലൂയ നമ്മുടെ എല്ലാ വിഷയങ്ങളെയും തുറന്നു പറയുവാൻ അവൻ നമ്മോട് കരുണ കാണിച്ചു. ലോകപ്രകാരം ഒരു വ്യക്തിയോട് നമുക്ക് എല്ലാം തുറന്നു പറയുവാൻ കഴിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഹല്ലേലൂയ നമ്മുടെ വേദനകളെ അറിഞ്ഞ്, നമ്മുടെ വേദനകൾക്ക് സഹതാപം കാണിച്ചുകൊണ്ട്, നമ്മുടെ ദുഃഖങ്ങളെ നമുക്ക് എല്ലാം തുറന്നു പറയുമ്പോൾ കേൾക്കുവാൻ നമ്മോട് ഒത്തിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടി സഹതാപം കാണിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടല്ലോ. ആകയാൽ ആ ഉറപ്പിൽ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ ഒരുങ്ങാം. ഹല്ലേലൂയ. ആ വചനം പറയുന്നു, സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്കുള്ളതിനാൽ നാം ആ ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. നാം ഏറ്റുപറയുന്ന വിശ്വാസം ഹല്ലേലൂയ മുറുകെ പിടിക്കണം. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തിയല്ല. പ്രൈസ് ദി ലോർഡ്. അനേക സംഭവബഹുലമായ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഇടയിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മൾ ക്ഷണിക്കപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ ജോസ് പാപ്പച്ചൻ അവറുകൾ നമ്മുടെ നടുവിൽ തന്റെ അനുഭവ സാക്ഷ്യവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സംഭവബഹുലമായ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലത്തെങ്കിൽ തന്റെ ജീവിതത്തിലൂടെ താൻ കടന്നുപോയ പാതകൾ, കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചു വേർതിരിക്കപ്പെടുവാൻ ഉണ്ടായ സന്ദർഭങ്ങൾ, ആമേൻ, തുടർന്നുള്ള തന്റെ ശുശ്രൂഷയിൽ നേരിട്ട പ്രതിസന്ധികൾ, അനേക ദിനങ്ങൾ ജയിൽവാസം, എല്ലാം ഹല്ലേലൂയ ഇന്ന് കർത്താവ് അറിയുന്നുണ്ട്. ഇപ്പോഴും താൻ അതിൽ നിന്ന് പൂർണ്ണ വിമുക്തി പ്രാപിച്ചിട്ടില്ല. തനിക്ക് ഇതുവരെയും പൂർണ്ണമായിട്ടുള്ള നീതി ലഭിച്ചിട്ടില്ല. നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ആകയാൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി തന്റെ ദാസനെയും കുടുംബത്തെയും ശക്തമായി കർത്താവ് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിൽ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് ആമേൻ പാസ്റ്ററെ ഞങ്ങൾ ഹാർദവമായി ആമേൻ ക്ഷണിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർക്ക് തന്റെ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട സമയങ്ങളെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാനുണ്ടായ കാരണങ്ങളും, തന്റെ ജീവിതത്തിൽ സുവിശേഷ വേലയിൽ ഇറങ്ങി ധാരാളം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ആമേൻ. എല്ലാം മറ്റും ഷെയർ ചെയ്യാൻ കഴിയില്ല എങ്കിലും ആമേൻ തന്റെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന, പ്രതികൂലം അനുഭവിക്കുന്ന അനേകർക്കൊരാശ്വാസമായി തീരുവാൻ തന്റെ സാക്ഷ്യം ഇന്ന് ഉതകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഹല്ലേലൂയ അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം കേൾക്കുവാൻ വളരെ ആമേൻ ആഗ്രഹത്തോടെ ആയിരിക്കുകയാണ്. കർത്താവ് തന്റെ ദാസനിലൂടെ ഏത് വിധത്തിൽ തന്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നുവോ ഇന്ന് പകൽക്കാലം ദൈവനാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ആമേൻ സാക്ഷ്യങ്ങൾ പറയുവാൻ തക്കവണ്ണം കർത്തനാമത്തിൽ കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു അവസരം തന്ന് ദൈവത്തിനകത്ത് ആദ്യമായിട്ട് മഹത്വപ്പെടുത്തുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന
സിസ്റ്റർ ബീന തോമസിന് വേണ്ടി എന്നെ കേൾക്കുന്ന എല്ലാ ദാസിമാർക്കും സഹോദരിമാർക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ 2013 ഞാൻ ചുരുക്കം വാചകത്തില് കാര്യങ്ങൾ പറയാം, എല്ലാം പറയാനൊന്നും സമയമില്ലല്ലോ. 2013 ഞാന് 2005 ഞാൻ IBCയില് ബൈബിൾ കോളേജിൽ ചേർന്നു. 2008 ഗ്രാജുവേറ്റ് ആണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സാങ്കേതിക തടസ്സം കാരണം 2013 ഗ്രാജുവേറ്റ് ആകാൻ ആയി. ഞാൻ ജനിച്ചും വളർന്ന നോർത്ത് ഇന്ത്യയിലായിരുന്നു. UP തന്നെയാണ് വളർന്നത്. UP, പിന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, അങ്ങനെ പല പ്രദേശത്തിലൊക്കെ വളർന്നു. അതുകൊണ്ട് എനിക്ക് പണ്ട് തൊട്ടേ ഒരു താല്പര്യമായിരുന്നു നോർത്ത് ഇന്ത്യ തിരിച്ചു വരണം. അതെ, ഈ നോർത്ത് ഇന്ത്യ ചെറിയ പ്രായത്തിലായിരുന്നപ്പോ ഈ രസഗുള്ള, ലഡു അങ്ങനെ കഴിക്കുന്നതിന്റെ ഒക്കെ രുചി, ആഹാരം അതിന്റെ ശീലമായോണ്ട് നോർത്ത് ഇന്ത്യ ആയിരുന്നു ആഹാര രീതിയിലും താല്പര്യം. അതുകൊണ്ട് എങ്ങനെയല്ല നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഒത്തിരി ഇങ്ങനെ ഞാൻ അവസരം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 2013 ആദ്യം ജെംസിൽ വന്ന് മധ്യത്തിൽ പ്രവർത്തിക്കുമായിരുന്നു. അവിടുന്ന് ചെറിയൊരു ആക്സിഡന്റ് ആയ കാരണം അവിടുന്ന് വിടേണ്ടി വന്നു. അതൊരു ഫാമിലി മാറ്റർ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഇപ്പോൾ സമയമില്ല. എന്റെ ഞാൻ ജനിച്ചു വളർന്ന ഒരു ബ്രദറിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടില. അത് എന്റെ മാതാവിനെ സിസ്റ്ററിനെ അറിയാവുന്ന കേട്ടിട്ടുണ്ട്. എനിക്ക് 2 സഹോദരിമാരാ. ഞാന് ചെറിയ പ്രായത്തില് ഒരു കുറച്ച് കാലം വരെ UPയിലായിരുന്നു. UPയില് അന്നേരം ഞങ്ങളുടെ വീട്ടിലെ ബ്രദർ ആരാധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, വിദേശികളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാലും വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആത്മീയ രീതിയിലല്ലായിരുന്നു. പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്റെ പാരന്റ്സ് 2 പേരും കുവൈറ്റിൽ പോയി. പിന്നെ ഞങ്ങള് കോട്ടയിലെ രാജസ്ഥാനില്, പിന്നെ മധ്യപ്രദേശ്, ബാംഗ്ലൂർ, അങ്ങനെ പലയിടത്തും പഠിക്കേണ്ടി വന്നു. അങ്ങനെ അതുകൊണ്ട് പഠിത്തത്തിനും പിന്നെ എന്റെ പാരന്റ്സ് ചെറിയ പ്രായത്തിൽ തന്നെ 79 സ്പ്ലിറ്റായി. 2 പേരും ഞാൻ കാത്തലിക് സ്കൂളിലൊക്കെ കാത്തലിക് സ്കൂളും ഒക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബ്രദറൻ ടീച്ചിങ് ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ എല്ലാവരും ഓർക്കും ബ്രദറൻകാരനെന്ന് പറഞ്ഞാൽ നല്ല വചനമൊക്കെ നിശ്ചയമുള്ള, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ദൈവത്തിന് ഓടി നടക്കാൻ ശ്രമിച്ചു, ലോകപ്രകാരം ജീവിക്കാൻ നോക്കി. ഞാൻ എത്ര ദൈവം പറയും അത്രയും ദൈവം എന്നെ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം അത്രയും പോരായിരുന്നു. വേദോസ്തകം വായിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പെന്തിക്കോസ് ആരാധന പോവാൻ തുടങ്ങി ഒന്നും എനിക്ക് ദൈവത്തെ അത്രയും ഒരു ബന്ധമില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ദൈവത്തെ പല പ്രാവശ്യം ഇങ്ങനെ തള്ളിയും പറഞ്ഞ് ദൈവത്തോട് പിന്നെ അടുക്കുകയും അങ്ങനെ ഒരു ബന്ധമായിരുന്നു. പിന്നെ അവസാനം 2005 പിന്നെ എങ്ങനോ 2005 ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി IBCയില്. ഞാൻ ചുരുക്ക രീതിയിൽ എന്റെ ബാല്യക്കാരിയൊക്കെ പറയുകയാണെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല, അതുകൊണ്ടൊന്നും അത് പറയുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ശരിക്കും ഒരു സ്പിരിച്വൽ എന്നും സൺഡേ സ്കൂളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കൃപയാൽ ദൈവത്തെ വിട്ടു പോവാൻ ഇടയായില്ല. 2005 IBC പഠിച്ചു. 2008 ഗ്രാജുവേറ്റ് ആയിട്ട് സാങ്കേതിക തടസ്സം കാരണം അത് ഗ്രാജുവേറ്റ് ആയില്ല. പിന്നെ ഞാന് ഇവിടെ വന്ന് എങ്ങനോ ചെന്നൈയില് പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നു. അത് സ്ട്രീറ്റ് ചിൽഡ്രന്റെ മധ്യത്തിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ വരണോ താല്പര്യം ഉണ്ടായതുകൊണ്ട് ചെന്നൈയിലെ പത്മ മുതലിയാർ മുഖാന്തരം നോർത്ത് ഇന്ത്യയിൽ വന്നു, ബീഹാറിൽ വന്നു. ജെംസിന്റെ
മധ്യ ജംഗ്ഷനോട് ചേർന്ന് റെഡ് ലൈറ്റ് സ്ത്രീകളുടെ മധ്യത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പിള്ളേരെ എടുത്ത് അവരെ മിനി ഹോസ്റ്റൽ രീതി നടത്തിയിട്ട് അവരെ ദൈവപാതയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ മാതാവിനെ മാതാവിന്റെ താമസിക്കുന്ന വീട്ടുകാരേക്കും റഷ്യയിൽ കൊണ്ടുവരുന്ന വേലയായിരുന്നു. അങ്ങനെ ഞാൻ രണ്ട് യൂണിറ്റ് അങ്ങനെ തുടങ്ങാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പറയട്ടെ, ഒരു കാര്യോട് പറയട്ടെ, നോർത്ത് ഇന്ത്യയെ വരുന്ന വരെ എനിക്ക് ഒരു വിലയില്ലായിരുന്നു. എന്റെ വീട്ടിലും വിലയില്ലായിരുന്നു, സഭയിലും വിലയില്ലായിരുന്നു. അത് ഈ സിസ്റ്ററിന്റെ കൂട്ടുകാരി എന്നെ മിനി സഹോദരിക്ക് അറിയാം. എന്നെ നാട്ടുകാരും വീട്ടുകാരും വട്ടം നിന്നാ കരുതിക്കൊണ്ടിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ ഒന്നും ആകാൻ സമ്മതിച്ചില്ല. ഞാൻ ദൈവത്തോട് സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇവിടെ പല രീതിയിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. പിന്നെ ജെയിംസില് ചെറിയ ആക്സിഡന്റ് ആയി. പിന്നെ അത് വിടുന്ന കാരണമായി. പിന്നെ ഞാൻ ഇന്ത്യൻ മിഷനിൽ വന്ന് ഞങ്ങള് 2015 തൊട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഇപ്പോൾ പറഞ്ഞ പ്രദേശത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് അവിടെ ഒരു ദേവദാസന്മാരെ നിർത്താത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ അവിടെ താല്പര്യപ്പെട്ടു അവിടെ പോയി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അവിടെ അടിക്കാൻ വന്നു. പല പ്രാവശ്യം ഓടി വന്നു. പല പ്രാവശ്യം ഞങ്ങൾ രക്ഷപ്പെട്ടു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഇന്ത്യൻ മിഷനിലെ ഡിസ്ട്രിക്ട് പാസ്റ്ററും അവരുടെ കുറച്ച് ടീമുകൾ വണ്ടിയും കൊണ്ട് വന്നു. അവരെ ഞങ്ങൾ അടിക്കാനും മുളക്കമ്പുണ്ടൊക്കെ വന്നു. അപ്പോഴത്തേക്ക് വണ്ടി ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനൊക്കെ ദൈവം സഹായിച്ചു. പിന്നെ 2021 ദശാര ദിവാളി ചട്ട് പൂജ കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു മാസം വരെ ഗ്രാമത്തിലെ ഈ പൂജ കാരണം പോകാനൊക്കാതെ ഇരുന്നപ്പോ അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ദിവസം പിന്നെ ഞങ്ങൾ തീരുമാനിച്ച എത്ര ദിവസം ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോകാൻ ഇറങ്ങിയ. പക്ഷെ ആ വണ്ടി മുന്നോട്ട് ഞങ്ങളെ കൊണ്ടുപോയ വണ്ടി പോയ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വേറെ വഴിയിലോട്ട്. അന്നേരം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു വേണ്ട, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഞങ്ങൾ ട്രാക്റ്റും ഇതെല്ലാം കൊടുത്ത് സുശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. ഞാൻ പിന്നെയും പറഞ്ഞു നമുക്ക് പോവാം. അവൾ പറഞ്ഞു വേണ്ട, നമുക്ക് ഫ്ലൈയറിൽ കയറി കുറച്ചുകൂടെ പ്രവർത്തിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ വ്യക്തിക്ക് ഞങ്ങളെ ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുത്തപ്പോഴത്തേക്ക് ആള് ഞങ്ങളെ പിടിച്ചു പറഞ്ഞു വരാൻ പറഞ്ഞു. അന്നേരം ഞങ്ങളെ ഉടനെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോണുണ്ട്. എന്റെ ഫോണ് വീട്ടിൽ വെച്ചിരിക്കായിരുന്നു. ഇവിടെ ഫോണ് എന്റെ പോക്കറ്റില്. പെട്ടെന്ന് ഫോൺ എടുത്ത് ഞങ്ങളുടെ സോണൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ഓടി രക്ഷപ്പെടാൻ. ഞങ്ങൾ എങ്ങനെ ഓടി രക്ഷപ്പെടാൻ അമ്മേളിന്ന്. പിന്നെ ആള് പിടിച്ച് ഞങ്ങളെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡിൽ ഇരുത്തി. അവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി. പിന്നെ പറഞ്ഞ് ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി. എളുപ്പം രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താവാണെന്ന് തോന്നുന്നു. ഒരു വണ്ടിയുടെ ആൾക്കാർ വന്നവരെല്ലാരും ഞങ്ങളെ അടിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എന്നെ അടിക്കാൻ തുടങ്ങി. എന്റെ മൂക്കില്, തലയില്, മുഖത്ത് അങ്ങനെ ചോര വരാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെ കാറിൽ നിർത്തി പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാന്ന്. പക്ഷെ വീട്ടിൽ കൊണ്ടുപോകാൻ 40 കിലോമീറ്റർ ദൂരെ കൊണ്ടുവരുന്നത്. എന്നാൽ വഴിയിലെല്ലാം പറഞ്ഞ് ഈ മാഡന്റെ ഈ പോകുന്ന വണ്ടിയിൽ നിങ്ങളെ തള്ളിയിടും, കുറെ വണ്ടി ഇടിച്ച് ഞങ്ങൾ പറയും നിങ്ങളെ വണ്ടി ഇടിച്ച് മരിച്ചു, അല്ലെങ്കിൽ കോശി നദി കണ്ടിലേക്ക് എന്ന് നദി കാണിക്കാം. നദി കണ്ടിട്ട് നിങ്ങളെ നദിയിൽ മുക്കി തള്ളിയിടുന്നു, നിങ്ങൾ മുങ്ങി മരിച്ചു എന്ന് പറയും. അങ്ങനെയൊക്കെ പിന്നെ അവർ പറഞ്ഞ പോലെ എന്നെ പറഞ്ഞ്
40 കിലോമീറ്റർ ദൂരെ രണ്ടാള് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവരെ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ ഉത്തരവാദിത്വം അവിടെ തീരുന്നു. അവിടെ ശരിക്കും രണ്ടാള് ഉണ്ടായിരുന്നു. അവരുടെ ഉപദ്രവിച്ചു, ഭാര്യയുടെ കൊങ്ങയ്ക്ക് പിടിച്ചു. പിന്നെ ഞങ്ങളുടെ മൊബൈൽ ആദ്യമേ കൈവശയിലാക്കി. പിന്നെ ATM കാർഡ് അന്നേരം അവിടെ വൈഫിന്റെ ബാഗിൽ ഉണ്ടായിരുന്നു, അതും എടുത്തു വെച്ചു. അവർക്ക് പിന്നെ അവര് ഇടയ്ക്ക് പോയി അത് തപ്പി നോക്കി. അന്നേരം നോക്കിയപ്പോ 500-ന്റെ താഴെയുണ്ട്. പിന്നെ അവിടെ ഒത്തിരി അടിച്ചു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കിയില്ല. പിന്നെ റൈറ്റ് സൈഡിൽ നിർത്തിയാണെങ്കിൽ വലത്ത് ഭാഗം നിർത്തി ലെഫ്റ്റ് സൈഡിൽ നിർത്തി. പിന്നെ അവിടെ ഒത്തിരി കുറെ ആൾക്കാർ മുളക്കമ്പ്, ഹോക്കി സ്റ്റിക്ക്, ഇഷ്ടി കൊണ്ടൊക്കെ അടിക്കാൻ തുടങ്ങി. ഭാര്യയുടെ തലയിലെ സിന്ദൂറും ഒന്നും ഇല്ലാത്തത് പറഞ്ഞു. നീ ഭാര്യയുടെ ചോദിച്ചു, നീ ആരാണ്? ഇയാടെ ആരാന്ന്? ഭാര്യയാന്ന് പറഞ്ഞു. എന്നാ സിന്ദൂർ ഇല്ല. എന്നാ കടലക്കാരന് പറഞ്ഞു സിന്ദൂർ. പിന്നെ പറഞ്ഞു പശുമൂത്രം കുടിപ്പിച്ച് എന്ന് ഹിന്ദു ആക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ച അങ്ങനൊന്നും അവർ വരലെന്ന്. ആരും വന്നില്ല. പിന്നെ കുറെ നേരം അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു എന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ നിർബന്ധമായി വീഡിയോ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. എന്താ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നേ പാവപ്പെട്ട ഹിന്ദുക്കളെ 10,000 രൂപ കൊടുത്ത് മതപ്രവർത്തനം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അത് രാവിലെ 10-11 മണിക്ക് പിടിച്ചതാ. ഇപ്പൊ ഏകദേശം ഒരു 5:30 അതാണ്ടായി. തണുപ്പ് സമയമായിരുന്നു, നവംബർ സമയമായിരുന്നു. അന്നേരം പിന്നെ നിർബന്ധം ആയതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് വന്നു. പിന്നെ ഇതെല്ലാം വൈറലായപ്പം കുറെ പാസ്റ്റേഴ്സ് ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിൽ പിന്നെ എബി സാർ കുറച്ച് തൽക്കാലം ഞങ്ങളെ കൈവിട്ടായിരുന്നു ഇന്ത്യൻ മിഷനിലെ. അങ്ങനെ ഞങ്ങൾ UP വരേണ്ട UP ഒരു പാസ്റ്റർ ഞങ്ങളെ വിളിച്ചതാ. അത് ലംബാർമി ട്രിവാൻഡ്രത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പ്രയർ ടവർ ഉണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന UP നിന്ന് ഒരു 15 മെമ്പർ ടീം വന്ന് ഞങ്ങളെ വിളിക്കുമായിരുന്നു. അതിൽ ഒരാൾ വിളിച്ചതാ. ഉടനെ ഞങ്ങൾ UP വന്ന് ഇവിടെ വന്നപ്പം ഇവിടെ ഇവര് പറഞ്ഞു, ഒരു പോലീസ് നിങ്ങളെ തൊടത്തില്ല, ഇവിടുത്തെ പ്രധാൻ ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞു. പിന്നെ പ്രധാൻ ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരം, വീടുണ്ട്, ബാത്റൂം അടുത്ത് തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പോ നോക്കിയപ്പോ ബാത്റൂം ഒന്നുമില്ല. പിന്നെ അങ്ങനെ അവിടെ താമസിക്കാൻ ഒക്കത്തില്ല. ഇവിടെ വാക്ക് കേട്ട് ഇവിടെ പല പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ട് അവിടെ വന്നു. പിന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞ് ഞങ്ങൾ വേറെ സ്ഥലത്ത് താമസിച്ച് 5 കിലോമീറ്റർ ദൂരെ അവിടെ ഈ ഗ്രാമത്തിൽ വരാൻ ചേർന്നു. ഈ ഗ്രാമം പറഞ്ഞാല് ഷാപ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തില് പകലും ആൾക്കാർ പോകുന്ന മടിക്കുന്ന ഒരു സ്ഥലമാണ്. വെച്ചാൽ ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ കക്കുക, മോഷ്ടിക്കുക, പിടിച്ചു പറിക്കുക. ഇതാ പുതിയ മൊബൈൽ നിങ്ങൾക്ക് 5,000 രൂപ കിട്ടും. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ 2,500. പിന്നെ ബൈക്ക്, ഇതെല്ലാം പോലീസ് എപ്പോഴും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ആ സജീവൻ പറഞ്ഞ പാസ്റ്റർ കുറച്ചുപേര് വിശ്വാസത്തിൽ കൊണ്ടത്. ആ പാസ്റ്ററിന് തന്നെ ബൈബിൾ ശരിക്കും അറിയത്തില്ല. എന്ന് വെച്ചാൽ എഴുതാൻ വായിക്കാനൊന്നും അറിയത്തില്ലാത്തത്. മാർക്കോസും കുറച്ച് സങ്കീർത്തനം അറിയാം. എങ്ങനെ കുറച്ചുപേരെ രക്ഷയിൽ കൊണ്ടുവന്നു. എങ്ങനെ രക്ഷയിൽ വന്നതൊന്നും എനിക്ക് അറിയത്തില്ല. എന്നുവെച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല. ഇവർ കല്യാണം ഒന്നും കഴിക്കത്തില്ല. ഒരു ദിവസം കൂടി താമസിക്കും, പിന്നെ വിട്ടുപോകും, പിന്നെ വേറെ ആളോട് കൂടും. അങ്ങനെയൊക്കെ ഉള്ള ജീവിതം. ചുരുക്കം പേരെ കല്യാണം. അന്നേരം ഇവരുടെ കയ്യിലും കാലും ചേർന്നുകൊണ്ട് ഇപ്പോഴും മോഷ്ടിക്കുന്നൊക്കെ പരിപാടിയുണ്ട്. പിന്നെ വലിയ ആരാധന. പിന്നെ ഇവര് ഈ പഞ്ചാബിലെങ്ങാണ്ട് ദാസിന്റെ ശുശ്രൂഷയൊക്കെ കേൾക്കും. കേൾക്കും. അന്നേരം ഞാൻ ഇവരെ ദൈവം ആരാ, ദൈവത്തെ എന്തുവരെ വിളിക്കണ്ടേ, ദൈവത്തെ വിളിക്കുമ്പോ ദൈവത്തിൽ എന്തൊക്കെ ഗുണം ഉണ്ടായിരിക്കണം അതിനെ പഠിപ്പിക്കുന്നത്. പിന്നെ യേശുക്രിസ്തു ആരാ, യേശുക്രിസ്തുവിന്റെ ഉള്ള രക്ഷ എന്നൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ കല്യാണം കുടുംബജീവിതം, കല്യാണം എന്തുവിനാ കഴിക്കണ്ടേ, കുടുംബജീവിതം എങ്ങനെ, മക്കളെ എങ്ങനെ വളർത്തിയെടുക്കണ്ടേ, ഇതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പല രീതിയിലും ഇത് കുടുംബത്തെ കാര്യം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ
എന്നെ എന്നെ അറിയുന്ന ദേവദാസനോട് ആലോചന ചോദിച്ചു പറഞ്ഞു. പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പറഞ്ഞു പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ എനിക്ക് ഞങ്ങളിവിടെ വന്ന ഒരു പ്രോസസ്സില്ല. ബാംഗ്ലൂരിലെ ഒരു ഏജ് ചർച്ചും പിന്നെ പന്തളത്തിൽ നിന്ന് ഒരു ചർച്ചും ഉള്ള പാസ്റ്റർ ഞങ്ങൾക്ക് ചെറിയൊരു സപ്പോർട്ട്, മേ ബി 8 or മാക്സിമം 10,000 അതുകൊണ്ട് റെന്റ് കൊടുക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് മാത്രം ഫുഡൊക്കെ നടന്ന കാര്യം, അല്ലാതെ ഞങ്ങൾക്ക് ഒരു വരുമാനമില്ല, ഒരിടത്തൊന്നും ഇല്ല. സ്വത്രാഴ്ച കഷ്ടിച്ച് വന്ന 1-2 പ്രാവശ്യം 100-150 കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 60 രൂപയൊക്കെ ലഭിച്ചു. അതുകൊണ്ടൊന്നും തികത്തില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ചർച്ച കഴിപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ അനുസരിക്കുവാണെങ്കിൽ മാത്രം ഞങ്ങൾ നിൽക്കത്തുള്ളൂ. നിങ്ങളുടെ സ്വത്രാഴ്ച ഒന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഒരു കോളും ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൊബൈല്, എന്റെ ഭാര്യയ്ക്ക് മൊബൈൽ വേണം, നല്ലൊരു കമ്പനിയുടെ, പക്ഷെ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നാലും ഞാൻ എടുക്കും. അതെന്താ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, അത് എന്റെ മനസ്സാക്ഷി എന്നെ കുത്തിക്കൊണ്ടിരുന്നത് മോഷ്ടിച്ചതാണ്. പിന്നെ ഇതിൽ ഗ്യാരണ്ടി ഇല്ല, പിന്നെ 3-ാം പോലീസ് തേടി വരും, അതിനേക്കാളും നല്ല മേടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കക്കുന്ന സാധനം മേടിക്കുകയും ചെയ്യില്ല, കക്കുകയും ചെയ്യില്ല. ഇങ്ങനൊക്കെ പല കാര്യങ്ങളും വരും, കല്യാണത്തിന്റെ കാര്യം എല്ലാം. പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെക്കാൾ ചെറുപ്പം, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് പല രീതിയിൽ ജോലി ചെയ്യാം, പല ജോലി ചെയ്യുന്നതിന്റെ മാർഗവും പറഞ്ഞു. അങ്ങനെ ചെറിയ ഇമ്പ്രൂവ്മെന്റ് നടന്നുകൊണ്ടിരുന്നപ്പോഴാ ഞങ്ങളെ ജാനുവരി 23-ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഭാര്യ തുണി വിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവർക്ക് മേളിൽ തന്നെ പോകാൻ പേടി, അന്നേം വിളിച്ചു, ഞാനും പോയി. അപ്പം 2 പോലീസുകാർ മേളിൽ വന്നു. പിന്നെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തിരിച്ച് ചോദ്യം ചെയ്തു. പിന്നെ 24-ാം തീയതി ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അന്നേരം ഈ തണുപ്പ് സമയ, നല്ല തണുപ്പ് സമയ. അന്നേരം എനിക്ക് പല ശരീര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പ്രോസ്റ്റേറ്റേഷന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തണുപ്പായാൽ എനിക്ക് ശ്വാസമുട്ടലിന്റെ അവസ്ഥയുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്റെ പാന്റ് ആണെങ്കിൽ നനഞ്ഞു ഇരിക്കുന്നു, ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്നും മാറാനും കിട്ടിയില്ല, തുണി കഴിക്കാനും കിട്ടിയില്ല. വൈകിട്ട് 7:30 24-ാം തീയതി ഞങ്ങളെ ജയിലാക്കി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്ന ജയിലില്ല. നമ്മുടെ ഇത് ആദ്യത്തെ അനുഭവമാണ്. നമ്മുടെ സുബോധം എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളെ അപ്പുറത്തേക്ക് 2 അവളെ സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് ജയിലിലും വനിതാ സെല്ലിലും എന്നെ ഇട്ടു. അന്ന് സെല്ലിൽ ഇട്ടപ്പോ കുറച്ച് ആഴ്ച അന്നേരം ഡോക്ടർ പിന്നെ റിപ്പോർട്ട് കൊടുക്കണം. ഈ ജയിലാണെങ്കിൽ കോഴിയെ കോഴിക്കൂടിന്റെ അകത്ത് പൂട്ടിയിടുന്ന പോലെ പൂട്ടിയിടും. പിന്നെ നമുക്ക് പിറ്റേ ദിവസമേ തുറക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ തുറന്നു കിട്ടണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അന്നേരം ഞാൻ റിപ്പോർട്ട് ചെയ്തു, എനിക്ക് ശരീരം ശരി. അന്നേരം അതിന്റെ അകത്ത് തന്നെ ചെറിയ ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുപോയി ഡോക്ടർമാര് 2 പേര് വന്നു. ആൾ ചോദിച്ചു, എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങളെയൊക്കെ ദൈവം എങ്ങനെ വെടിയിക്കുന്നത്, ദൈവത്തിന് എങ്ങനെ നിങ്ങളുടെ മനസ്സിലായി കാണെങ്കിൽ നിങ്ങൾ ഇത്ര താണ പരിപാടി ചെയ്യില്ലേ, മതപ്രവർത്തനം. ഇവരുടെ നോട്ടത്തില് ഇവിടെ മോഷ്ടിക്കുന്നവരുണ്ട്, വ്യഭിചാരം ചെയ്തവരുണ്ട്, കൊലപാതകളുണ്ട്. അതൊന്നും വലിയ കുറ്റമല്ല. ഏറ്റവും വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ മതപ്രവർത്തനം. പിന്നെ അങ്ങനെ പിന്നെ എന്നെ തിരിച്ച് സെല്ലിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റൽ സെല്ലിൽ ഇട്ടു. ഹോസ്പിറ്റൽ സെല്ലിൽ ഇട്ടപ്പോ അന്നേരം ഞാൻ പുറത്തിരുന്നു. രാവിലെ ഹോസ്പിറ്റൽ സെല്ലും കൂട്ടിയിടും. തിരിച്ച് രാവിലെ തുറന്നാൽ ഞാൻ വരാന്തയിൽ ഇരുന്ന കാര്യം അങ്ങ് പ്രാർത്ഥിക്കും, ദൈവത്തോടെ കുറ്റമായിരുന്നു. ദൈവം, ഞാൻ ചെറിയ പ്രായത്തൊട്ട് ഒത്തിരി കഷ്ടം അനുഭവിക്കാം, നിന്നെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് എന്തോനാ ഇത്ര കഷ്ടം, എന്തോനാ ഞങ്ങളിപ്പോ ജയിലിൽ കൊണ്ടുവന്നിട്ട്, നീ സത്യമായിട്ട് ദൈവം ആണോ? എന്റെ ഭാര്യ പാവപ്പെട്ട, അവർക്ക് ഹിന്ദി പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ദൈവത്തോട് പരാതി. എന്നാൽ ദൈവം ഇങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഇങ്ങനത്തെ അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ
പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് 2 പോലീസുകാർ എന്നെ പുറത്ത് വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞില്ല എന്റെ അപ്പന്റെ പേരെന്തുവാ, എന്റെ വല്യപ്പന്റെ പേരെന്തുവാ. അന്നേരം അവർ പറഞ്ഞു അവര് സ്ഥാപിക്കാൻ നോക്കുന്നത് ഞാൻ ഹിന്ദുവാണ്, പണ്ട് ഹിന്ദുവായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ അപ്പൻ ഹിന്ദു ആയിരുന്നോ, അമ്മ ഹിന്ദു ആയിരുന്നോ, അല്ലെങ്കിൽ വല്യപ്പൻ ഹിന്ദു ആണോ, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ ക്രിസ്ത്യാനി, ഞാൻ ദൈവത്തെ അറിയുന്നു, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നു, അതുകൊണ്ടാണ് ദൈവം പൈതലായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ജീവിക്കും മരിക്കും ക്രിസ്തുവിന് വേണ്ടി മാത്രമേ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ പിന്നെയും ഇവർ വിളിച്ചു. പിന്നെയും വിളിച്ചു അറിഞ്ഞിട്ട് ഞങ്ങൾ റോഡിലൊക്കെ പോകുമ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ ക്രൂശി തരിച്ച ഫോട്ടോ കാണാതെ കണ്ണിൽ കരയുന്ന ഫോട്ടോ, കരയുന്ന പോലെ കാണുന്നേ, എന്താ കാര്യം എന്ന് പറഞ്ഞു. നിങ്ങൾ മരിക്കുമ്പോ അടക്കുവാന്നോ ദഹിപ്പിക്കാന്നോ, ഇത് ഡൗട്ട് അല്ല, പരിഹസിക്കാനോ. ഞാൻ ഒന്ന് തുറന്നിട്ട് അന്നേരം ഈ ചുറ്റും പുള്ളികളുണ്ട്. അന്നേരം പറഞ്ഞു ജോസ് പാപ്പച്ചന്റെ വായിൽ ഒന്നും തുറന്നു കിട്ടത്തില്ല, നിങ്ങൾക്ക് ഇയാടെ വല്ല കിട്ടണമെങ്കിൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യണം എന്ന് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ അന്നേരം വാ തുറന്നില്ല. നിങ്ങള് ജയിലിലെ മൊത്തം പോലീസുകാരും നിങ്ങളെ രാം വരെ വിളിച്ചാലും എനിക്ക് ഒരു മാറ്റം വരത്തില്ല. ഞാൻ ജനിച്ച ക്രിസ്ത്യാനിയും ജീവിക്കുന്ന ക്രിസ്ത്യാനി, മരിക്കും ക്രിസ്ത്യാനിയായിട്ട് മരിക്കുന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 മാസം അങ്ങനെ ഹോസ്പിറ്റൽസ് എല്ലാം കിടന്നു. അങ്ങനെ പിന്നെ ഇവർക്ക് അന്നേരം അതിന്റെ ഇടയ്ക്ക് ഈ വിസിറ്റേഴ്സ് വരും. ഇവിടുത്തെ ഫുഡ് വേറെ ഹോപ്പ്ലെസ് ആണ്. ഈ ദാൽ കറി എന്ന് പറഞ്ഞാൽ പരിപ്പ് കറി. ഇവിടുന്ന് കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നീണ്ട പരിപ്പ് കറി. അതിൽ മുളയില്ല, പുളിയില്ല, ഈ എരിയില്ല, ഒന്നുമില്ല, കടുകൊന്നും ഇട്ടിട്ടില്ല, അങ്ങനത്തെ. പിന്നെ തോരനൊക്കെ കൊണ്ടുവരുന്ന അതിന് അവര് സാഗ് എന്നൊക്കെ പറഞ്ഞ സാഗ് വേറെ ചീരക്കൂട്ടാനും ഇത് എന്തുവാണെങ്കിലും ഇതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്ന ചാണം കൊണ്ട് തരുവാണെന്ന്. ഒരു പ്രാവശ്യം അതിൽ മൊത്തം പുഴുവായിരുന്നു. ഇതുകൊണ്ടൊന്നും പിന്നെ തരുന്ന തീരെ അളവ് കുറവാ തരുന്ന, നമുക്ക് വയറൊന്നും അറിയത്തില്ല. പിന്നെ വയറ് ഞങ്ങൾ ആര് ഹെൽത്ത് വെച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ പല വിസിറ്റേഴ്സ്, ഞങ്ങളെ അറിയാത്തയും അറിയുന്നയും പാസ്റ്റേഴ്സ് ഒത്തിരി പേര് വന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്ന് ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുമായിരുന്നു. അവരെയും ഒത്തിരി ടോർച്ചർ ചെയ്തു. ഒരു പാസ്റ്റർ കുടുംബം നാട്ടിൽ പോകുന്നേക്കാൾ മുമ്പ് കുറച്ച് കൂടുതൽ വന്നപ്പോ അവർ ചോദിച്ചു നിങ്ങളെ ഇവരുടെ ആരാ, നിങ്ങൾക്ക് ഫോറിന് പൈസ കിട്ടിയിട്ടാ പറഞ്ഞു. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ വിളിച്ച് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നിട്ടൊന്നും ഇവര് പതിരിപ്പോയില്ല. പ്രത്യേക സഹോദരി പതിരിപ്പോയില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്റെ സഹോദരന് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ. പിന്നെ ഈ വിസിറ്റേഴ്സ് വരുമ്പോൾ എനിക്ക് എന്റെ വൈഫിനെ കാണാനൊക്കും. ചില സമയം നല്ല പോലീസുകാരാണെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ കാണും ഒക്കും. പിന്നെ എല്ലാ സൺഡേയില് ഞങ്ങൾക്ക് ഒന്നിച്ച് കണ്ടുമുട്ടുമായിരുന്നു. പിന്നെ അങ്ങനത്തെ അവസ്ഥ. ഫോൺ വിളിക്കാനൊക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം 5 മിനിറ്റ് കഴിയുമ്പോൾ കട്ടാം. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ എന്നെ വേറെ പിന്നെ ഈ ഹോസ്പിറ്റൽക്കാർക്ക് ഇങ്ങനെ ഒരു ഉണർവ് പ്രാപിച്ചു. അവരുടെ മനസ്സിൽ വന്ന് ഇയാളെ ഇനി കിടത്തിയാല് നമ്മുടെ കേസ് വീക്കാവും എന്ന് വെച്ചാൽ കേസ് ഇവിടത്താക്ക് വീക്കാവും, ഇവർക്ക് ഞങ്ങൾക്ക് അനുകൂലമായി തീരും. അതുകൊണ്ട് ഇയാളെ ഇവിടുന്ന് തന്ത്രപൂർവ്വം മാറ്റണം. ഇങ്ങനെ തന്ത്രപൂർവ്വം മാറ്റാൻ നോക്കി. അന്നേരം എനിക്ക് ശരീര പ്രയാസം ഉണ്ടായതുകൊണ്ട് അവര് ഫ്രണ്ടില് എന്നെ ഹോസ്പിറ്റലിലെ ആ കുറച്ച് സെല്ലുകളുണ്ട്, അതിലിടാൻ നോക്കി. ആരും സമ്മതിച്ചില്ല. അവസാനം ഒരു സഹോദരൻ സമ്മതിച്ചു. പക്ഷെ രാത്രി എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു, അടിക്കാനൊക്കെ വന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ നിർബന്ധമായിട്ട് വേറെ റൂമിലോട്ട് മാറി. 50 പേര് അടുപ്പിച്ച താഴെയാ കിടക്കുന്നത്. അവരെല്ലാരും ഈ പുകയില തിന്ന് തുപ്പി താഴെ തുപ്പി, ഫ്രണ്ട് ജനൽ അവിടെ തുപ്പി, എല്ലാം അഴുക്ക്. ബാത്റൂം ആണെങ്കിൽ എല്ലാം കരി പോലും ഇരിക്കുന്നത്. പിന്നെ ഒരേ ഗുണമുണ്ട്, ഫ്രണ്ട് TV ഉണ്ട്. TV കാണാൻ ഒരാളെ ബെഡിലിരുന്ന് TV കാണാനും സമ്മതിക്കത്തില്ല. നമ്മളെ ഒരു
പോലീസുകാർ പറഞ്ഞ് ഇയാളുടെ അടുത്ത് ഇരിക്കില്ല, ഇയാളെ പെട്ടെന്ന് നിമിഷങ്ങളെ മതം മാറ്റുമെന്ന് പറഞ്ഞു. പത്രം കൊണ്ടുവന്ന് ജയിൽക്കുള്ളിൽ പറഞ്ഞ് അവൻ കൊലപാതകം കേസിലൊക്കെ റേപ്പ് കേസിലും പെട്ട അവൻ പറഞ്ഞ് ഇയാളുടെ അടുത്ത് ഇരിക്കില്ല, ഇയാൾ പെട്ടെന്ന് മതം മാറ്റും. അങ്ങനെയൊക്കെ വേറെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ഞങ്ങളുടെ കേസ് സെക്ഷൻ കോർട്ടിലായിരുന്നു. ഞങ്ങളുടെ കേസ് അവിടുന്ന് ജാമ്യം ലഭിക്കാൻ പോയി ഹൈക്കോടതിയിൽ പോയി 8 മാസമായി. ഞങ്ങളുടെ കേസ് ഹൈക്കോടതിയിൽ പോയപ്പം സാബു തോമസ് ചർച്ച കൊണ്ട പാസ്റ്റർ ലക്നോയിൽ താമസിക്കുന്ന ആ പാസ്റ്റർ, ഞാൻ UP വന്നപ്പോ ആദ്യമായിട്ട് ആ ദേവദാസിന്റെ വീട്ടിലാണ് താമസിച്ചത്. ആ ദേവദാസിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു. ആ ദേവദാസൻ ഞങ്ങളുടെ കേസ് എടുത്തു. ദേവദാസനെ വിളിക്കുമ്പോൾ പത്രക്കാരും ആരും മക്കൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ ആരാ ഞങ്ങളെ രക്ഷിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ നിരാശ വരാൻ തുടങ്ങി. ഞാൻ പോലീസുകാരൻ പറഞ്ഞത് നിങ്ങളുടെ തോക്കുണ്ടെങ്കിൽ എന്നെ വെടിവെച്ച് പറയുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ നിരാശ വാക്കുകൾ പറയായിരുന്നു. പക്ഷെ അവസാനം ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയൊക്കെ നിരാശ വാക്ക് പറയുന്നേക്കാൾ നല്ല ദൈവസന്നിധി ഞാൻ വീണ്ടും ഘോഷിച്ച് പ്രാർത്ഥിക്കാം. 40 ദിവസം ഘോഷിക്കാൻ തീരുമാനിച്ചു. അന്നേരം ഞാൻ അങ്ങനെ 40 ദിവസം ഘോഷിക്കുന്ന സമയത്ത് 30ാമത്തെ ദിവസം വൈകിട്ട് കഴിച്ചു. 30ാം ദിവസം എനിക്ക് ഞങ്ങൾക്ക് അത്ഭുതമായ വിടുതൽ കിട്ടി. ഞങ്ങളെ ജാമ്യം ഞങ്ങൾക്ക് സെപ്റ്റംബർ 6-ാം തീയതി ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. അന്നേരം സെപ്റ്റംബർ 6-ാം തീയതി ലഭിച്ചു. എന്നിട്ടും പിന്നെ ഒത്തിരി തടസ്സങ്ങൾ വന്നു. അത് ആദ്യം നെറ്റിൽ വരണം, പിന്നെ പത്രത്തിൽ വരണം. എന്നാലേ നമുക്ക് ജാമ്യം വെരിഫൈ വാല്യൂഡ് ആക്കുള്ളൂ, ജയിലിൽ വാല്യൂഡ് ആക്കുള്ളൂ. അങ്ങനെ അത് ഒരു 10-11-ാം തീയതി അതാണ്ടായി. പിന്നെ ഈ സാവു പാസ്റ്റർ ടീമിനെ ലോയ്സിനെ ഇവരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിച്ചുകൊണ്ട് നടന്നു. പിന്നെ അവസാനം ഇവരെ ഞങ്ങളെ പുറത്തിറക്കാൻ വേണ്ടി ലോക്കൽ ആൾക്കാരെ നിർത്തിയപ്പോ പോലീസ് അവരുടെ വീട്ടിൽ ചെന്ന് അവരെ റെയ്ഡ് ചെയ്തു, അവരെ ഉപദ്രവിച്ചു. അവരോട് ചോദിച്ചു നിങ്ങളുടെ ആരാണ്? അവരെ അടിച്ചൊക്കെ ചെയ്തപ്പോ അവർ പിൻവലിച്ചു. ഒരാളാണെങ്കിൽ വീടും വിട്ട് ഓടിപ്പോയി. അങ്ങനൊക്കെ ആയി. അതുകൊണ്ട് അവര് പിൻവലിച്ചു. പിന്നെ സാബു പാസ്റ്റർ എന്താ ചെയ്തത്? ഒരു രാത്രി കൊണ്ട് 4 ലക്ഷം ഞങ്ങൾക്ക് ബോണ്ട് കെട്ടാൻ അറേഞ്ച് ചെയ്തു. അത് ഇന്ത്യ മിഷനിലെ ഡോക്ടർ എബി മാത്യു, കുമ്മനാട് ബൈബിൾ കോളേജിലെ മേഴ്സി ആൻഡി പലരും ഇങ്ങനെ തന്നു. പിന്നെ ഈ സാബു തോമസിന്റെ മോന്, പിന്നെ കാൺപൂരിലെ ഒരു പാസ്റ്റർ, പിന്നെ സാബു പാസ്റ്ററിന്റെ ഒരു വിശ്വാസിയാണ് ഞങ്ങൾക്ക് വേണ്ടി ജാമ്യത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ച് സെപ്റ്റംബർ 25-ാം തീയതി ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. ഇതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഹല്ലേലൂയ മാസികയിലുണ്ട്, അത് വായിക്കുകയാണെങ്കിൽ കിട്ടും. അങ്ങനെ ഒത്തിരി സെപ്റ്റംബർ 25 അറിഞ്ഞ തൊട്ട് ഞങ്ങള് ലക്നോയില് 6 മാസം ഫ്രീ ആയിട്ട് താമസിച്ചു. റെന്റ് ഒന്നും കൊടുക്കേണ്ടിയില്ലായിരുന്നു. പിന്നെ അവർ ആ വീട് പുതുക്കിയപ്പം ഞങ്ങൾക്ക് റെന്റ് കൊടുക്കേണ്ടി വന്നു. അന്നേരം അവിടുന്ന് വാറണ്ടി വന്നു, വേറെ വീട്ടിൽ താമസിച്ചു. അവര് വേറെ വീട് അവരും 2 മാസത്തേക്കാ തന്നെ. പിന്നെ ഞങ്ങൾക്ക് റെന്റ് കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ, വീട്ടന്വേഷിച്ച് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോ ഇന്ത്യ മിഷനിൽ ചേർന്നു. പക്ഷേ ഇപ്പോഴും കോടതിയിൽ പോകണം. ഇവര് ഞങ്ങളെ പുറത്ത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നുപോയി. ഈ FIR എഴുതിയതിലെ 3 കംപ്ലൈന്റ് ഇവര് 3 പ്രധാന ഒന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് ബൈബിൾ കൊടുത്ത് ഇവരെ മതം പ്രവർത്തനം ചെയ്യുമായിരുന്നു. അന്നേരം പിന്നെ രണ്ടാമത് പറഞ്ഞ് ഞങ്ങള് ഇവരെ പഠിപ്പിക്കുമായിരുന്നു, ജനങ്ങളെ ബോധവൽക്കരണം വരുത്തുമായിരുന്നു. മൂന്നാമത്തെ ഇവർക്ക് ആഹാരം വെച്ച് കൊടുക്കുമായിരുന്നു. അന്നേരം ഞങ്ങളുടെ മാജിസ്ട്രേറ്റ്, വക്കീലിന്റെ പേര് മാജിസ്ട്രേറ്റ് വാദിച്ച് പറഞ്ഞ് വലിയ കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാരണം ഞങ്ങളുടെ മിടുക്കൊണ്ടല്ല, ദൈവകൃപ.
ദൈവത്തിന്റെ കരുണയായിട്ട് ഇപ്പം UP-യിലൊക്കെ ബൈബിൾ ഞങ്ങൾ മുഖാന്തരം ബൈബിൾ കൊടുക്കാൻ അനുകൂലമായി. അങ്ങനെ അങ്ങനെ ഒരു അനുകൂലം ലഭിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കുന്ന നല്ല കാര്യമാണല്ലോ, അതെങ്ങനെ മതപ്രവർത്തനാകുന്നത്? പിന്നെ ആൾക്കാരെ ബോധവൽക്കരണം, നീ മദ്യവയ്ക്കല്ലേ, ബീഡി വലിക്കല്ലേ, വ്യഭിചാരം ചെയ്യല്ലേ, അതൊന്നും നല്ല കാര്യമല്ലയോ, ഭാര്യ പഠിക്കല്ലേ പറഞ്ഞു. ഇതും അങ്ങനെ മതപ്രവർത്തനാകുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് ആഹാരം വെച്ച് കൊടുക്കുന്ന അതും നല്ല കാര്യമല്ലയോ. ഞങ്ങൾക്ക് തന്നെ എങ്ങനെ ഞങ്ങൾക്ക് തന്നെ എങ്ങനെ കഴിഞ്ഞു പോയെ ഞങ്ങൾക്കറിയാം. പിന്നെ ഇവർക്ക് വായിക്കാനും എഴുതാൻ ഈ 3 കേസും കള്ളക്കേസായിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഞങ്ങൾ ബൈബിൾ കൊടുത്തിട്ട് അവർക്ക് എന്തോ ചെയ്യാൻ എന്തോ പ്രയോജനം? ഞങ്ങൾ ഒരു ബൈബിൾ കൊടുത്തില്ല. പിന്നെ ഇവിടുത്തെ നിയമവും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരു ബൈബിൾ കൊടുത്തു. ഇതാണ് ഇപ്പോഴും ഇവർ എന്താ ചെയ്യുന്നു? പല പിന്നെ കള്ളസാക്ഷി 15 പേരെ നിർത്തി അത് ഈ FIR വെച്ചിട്ട് അത് വലിയ വാല്യൂ ആകുന്നില്ല എന്ന് നോക്കിയപ്പോ 2 പേരും എക്സ്ട്രാ ആഡ് ചെയ്തു. അതും വാല്യൂഡ് അല്ല. പിന്നെ അതെല്ലാം ഞങ്ങളുടെ വാദം ഇപ്പം വരെ ഞങ്ങൾക്ക് അനുകൂലമാണ്. പിന്നെയും ഈ സർക്കാർ വക്കീൽ കൊണ്ടുവന്നു, 2 സഹോദരിമാരെ കൊണ്ടുവന്നു. ഒന്ന് ആദ്യമായിട്ട് 5 മാസം ആദ്യമായിട്ട് ഞങ്ങൾ ഇത്ര നാളായിട്ട് കോടതി കയറി ഇറങ്ങി ഞങ്ങളുടെ അവിടെ മാജിസ്ട്രേറ്റ് ഒരു മാജിസ്ട്രേറ്റ് മുമ്പത്തെ മാജിസ്ട്രേറ്റ് ഒരു ചോദ്യം ചെയ്യുന്നില്ല. ഈ മാജിസ്ട്രേറ്റ് ഞങ്ങളുടെ ചോദ്യം ചെയ്ത് നിങ്ങൾ എവിടത്തുകാരാ, നിങ്ങൾ ഇവിടെ എങ്ങനെ വന്നു? പിന്നെ നിങ്ങൾക്ക് എന്തോ തുണ്ടി കിട്ടിയെന്ന്. അന്നേരം ഇവർക്ക് തുണ്ടിയില്ല എന്ന് പറഞ്ഞ വീട് പ്രാർത്ഥന നടന്നു വന്നു. മുന്നിടെ ആധാർ കാർഡില് വേറെ പേരാ. എന്നിട്ടും ഇവരാണ് ആ സ്ത്രീ അങ്ങോട്ട് ഇവരോട് ചോദിക്കായിരുന്നു, ഇവരെ എനിക്ക് ശരിക്കും അറിയത്തുമില്ല, പിന്നെ എന്റെ പേരെന്തോ എന്നാ ചേർത്ത, ഗാവിലെ ആൾക്കാർ പോലീസ് എന്റെ പേരെന്തോ എന്നാ ചേർത്ത് അങ്ങോട്ട് ചോദിക്കും. പിന്നെ പോലീസുകാർ പറഞ്ഞത് എന്തുവാ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ഈ ഗാവിലൊക്കെ ഇവരെ കണ്ടതും കേട്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറയാനുള്ള? പറഞ്ഞ ഇവര് നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇവരുടെ കാരണം ജനങ്ങൾ മദ്യക്കുന്ന എല്ലാം വിട്ടു. ഇപ്പൊ പഴുക്കില്ല, ഭർത്താവ് ഭാര്യയെ തൊഴിക്കുന്നില്ല, മദ്യക്കുന്നില്ല, പഴയ പോലെ ഭാവമൊന്നുമില്ല. ഗാവ് സുധറുകയാ, ഗാവ് നന്നായി എന്നാണ്. അന്നേരം ഈ മാഗസിന്റെ താഴെ ഒരാളുണ്ട്, അത് ഈ പറയുമ്പോഴല്ലേ എഴുതിയെടുക്കുന്നത്. അന്നേരം വനിത അന്നേരം ഇയാൾ ചോദിച്ചു, സ്ത്രീയോട് ചോദിച്ചു, ശരിക്കും ഇവിടെ നന്നായോ? എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു, നീയും നന്നായിക്കോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം വരെ ഞങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുക, എത്രയും വേഗം കേസ് തീരാൻ. ഇവിടുന്ന് ലക്നൌവിൽ പോകണം. ലക്നൌവിൽ ഈ അംബേദ്കർ നഗർ പോകാൻ നല്ല ദൂരമുണ്ട്, നല്ല ചെലവുണ്ട്. വെറുതെ നമ്മുടെ ചില പൈസ നഷ്ടപ്പെടുന്നു. അതും വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ എത്ര